ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയറിയാൻ ഇനി 4 നാൾ. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. 2 ഘട്ടങ്ങളിലും പോളിംഗ് 90% കടന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൌൺഷിപ്പ് 1ാം ഘട്ടത്തിലെ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾ പരിശോധനയ്ക്കായി ഇന്ന് കിഫ്കോണിന് കൈമാറും. സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിക്കും. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. മെയ് 4 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണുക. അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർ നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ നൽകിയിട്ടുള്ള ഫോം 18ന്റെ കോപ്പി, റിട്ടേണിംഗ് ഓഫീസർ നൽകിയ സീലും ഒപ്പമുള്ള ഫോട്ടോ ID കാർഡ് എന്നിവയുമായി എത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കുക. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും കൌണ്ടിംഗ് ഏജന്റ് ഹാളിൽ എത്തിയിരിക്കണം എന്നും നിബന്ധനയുണ്ട്. വോട്ടെണ്ണൽ ഹാളിനകത്ത് കൌണ്ടിംഗ് ഏജന്റുമാർക്ക് അവരുടെ ഉപയോഗത്തിനായുള്ള പേന, പെൻസിൽ, പ്ലെയിൻ പേപ്പർ, നോട്ട് പാഡ് എന്നിവ കൈവശം വെക്കാൻ അനുവാദമുണ്ടാകും. മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണങ്ങളോ അനുവദിക്കില്ല. വോട്ടെണ്ണലിനിടെ കൌണ്ടിംഗ് ഏജന്റുമാർക്ക് ഹാളിന് പുറത്തുപോകാൻ അനുവാദവും ഉണ്ടാകില്ല. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 2 ഘട്ടങ്ങളിലുമായി റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2ാം ഘട്ടത്തിൽ മാത്രം പോളിംഗ് 92.67%. അന്തിമ കണക്ക് ഉടൻ പുറത്തുവരും. 7 ജില്ലകളിലായി 142 മണ്ഡലങ്ങളാണ് ഇന്നലെ പോളിംഗ് ബൂത്തിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 93.19% പോളിംഗ്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായതിനു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. അസമിൽ BJPയുടെ വൻ മുന്നേറ്റവും കേരളത്തിൽ ഭരണമാറ്റവും പ്രവചിക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അസമിൽ BJP നയിക്കുന്ന സഖ്യം വലിയ വിജയം നേടുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നയിക്കുന്ന UDF സഖ്യം 75 മുതൽ 90 വരെ സീറ്റുകൾ നേടി വിജയിക്കുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ LDFന് 45 മുതൽ 60 വരെ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത. പശ്ചിമബംഗാളിൽ ശക്തമായ മത്സരമാണ് പ്രവചിക്കുന്നത്. ചില സർവേകൾ BJPക്കും മറ്റു ചിലത് തൃണമൂൽ കോൺഗ്രസിനും വിജയം പ്രവചിക്കുന്നു. തമിഴ്നാട്ടിൽ DMK നയിക്കുന്ന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നാണ് സൂചന. പുതുച്ചേരിയിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൌൺഷിപ്പ് 1ാം ഘട്ടത്തിലെ 178 വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് കിഫ്കോണിന് കൈമാറും. സേവന കണക്ഷനുകളടക്കം സർവ്വ സജ്ജീകരണങ്ങളും ചെയ്ത് പരിശോധനകളും പൂർത്തിയാക്കിയാണ് അന്തിമ പരിശോധനയ്ക്കായി കൈമാറുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. നിലവിൽ ഇതിനോടകം തന്നെ 140 വീടുകൾ കിഫ്കോണിന് കൈമാറി. ബാക്കിയുള്ള 38 വീടുകളാണ് ഇന്ന് കൈമാറുന്നത്. സേവന കണക്ഷനുകൾ നൽകുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയ 38 വീടുകളാണ് ഇന്ന് കൈമാറുന്നത്. കബോർഡുകളും ബാർബോർഡുകളും അടക്കം ഇന്റീരിയൽ പൂർണ്ണമായും പൂർത്തീകരിച്ചു. സബ്സ്റ്റേഷനിൽ നിന്നും ഫീഡർ പില്ലറുകളിലേക്കും അവിടെ നിന്നും വീടുകളിലേക്കും വൈദ്യുതി എത്തുന്നതിന് മണ്ണിനടിയിലെ ഡെക്കുകൾ വഴിയാണ്. അതും പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള കണക്ഷനുകളും നൽകി. പുരപ്പുറ സോളാർ സംവിധാനവും സ്ഥാപിച്ചാണ് 1ാം ഘട്ടത്തിലെ മുഴുവൻ വീടുകളും ഇപ്പോൾ കൈമാറുന്നത്. ബംഗളൂരുവിൽ ഇന്നലെ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 2 മലയാളികളടക്കം 7 പേർ മരിച്ചു. കുടുംബശ്രീ വിനോദയാത്ര സംഘത്തിലെ പിറവം രാമമംഗലം സ്വദേശികളായ സ്മിത, ലത എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവരുടെ മൃതദേഹം ഉച്ചയോടെ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പൊതുദർശനത്തിന് വച്ച ശേഷം രാമമംഗലത്തുള്ള സ്വന്തം വസതിയിൽ എത്തിക്കും. വൈകിട്ടോടെ സംസ്കാരം നടക്കും. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ ദുഃഖമറിയിച്ചു. പേവിഷബാധ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും 8 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ വാക്സിൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും 3 ഡോക്ടർമാരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടി. കഴിഞ്ഞ വർഷം മെയ് 5 പുലർച്ചെയാണ് കുന്നിക്കോട് സ്വദേശിനി നിയ ഫൈസൽ മരിച്ചത്. വാക്സിൻ എടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പ്രതികൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്നും FIRൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലക്ഷദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ലക്ഷദ്വീപ് ഭരണകൂടം. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് നിർബന്ധമായും വേണ്ടിയിരുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ദ്വീപിൽ നിന്ന് ലഭ്യമാക്കേണ്ട സ്പോൺസർഷിപ്പും ഒഴിവാക്കി. പുതിയ വ്യവസ്ഥ പ്രകാരം സഞ്ചാരികൾക്ക് ആധാർ കാർഡും ഫോട്ടോയും മാത്രം സമർപ്പിച്ച് ദ്വീപുകളിലേക്കുള്ള എൻട്രി പെർമിറ്റുകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാം. സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ദ്വീപുകൾ വ്യക്തമാക്കി ഹെറിറ്റേജ് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 14 ദിവസം മുൻപെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിൽ നാളെ നടത്താനിരിക്കുന്ന ചിത്ര പൌർണമി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ സംയുക്ത മേൽനോട്ടത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉത്സവത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. നാളെ പുലർച്ചെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കുമളിയിൽ നിന്ന് 14 കിലോമീറ്റർ ദുർഘടമായ വനപാതയിലൂടെ ട്രിപ്പ് ജീപ്പുകളിൽ മാത്രമേ യാത്ര അനുവദിക്കൂ. ഇരുചക്ര വാഹനങ്ങൾക്കും ട്രാക്ടറുകൾക്കും കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 ശേഷം വനത്തിനുള്ളിലേക്ക് പുതിയ വാഹനങ്ങളെ പ്രവേശിപ്പിക്കില്ല. ഉത്സവ ദിവസം വൈകുന്നേരങ്ങളിൽ ജില്ലയിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭക്തർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ ഹജ്ജ് വിമാനം ഇന്ന് ഉച്ചയ്ക്ക് 2:10 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും. 430 തീർത്ഥാടകർ വീതമുള്ള 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്നുള്ളത്. കേരളത്തിലെ 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമായി 13,194 തീർത്ഥാടകരാണ് യാത്ര തിരിക്കുന്നത്. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വേനൽമഴ ശക്തമായതോടെ ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നതും ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുതെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1030 പോയിന്റ് ഇടിഞ്ഞ് 76,473-ലും നിഫ്റ്റി 320 പോയിന്റ് താഴ്ന്ന് 23,857-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ ഉയർന്ന് 1,10,480 രൂപയും ഗ്രാമിന് 13,810 രൂപയുമാണ് ഇന്നത്തെ വില. പാലക്കാട് നഗരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിലുണ്ടായ അഗ്നിബാധ നിയന്ത്രിച്ചതായി ഫയർഫോഴ്സ് അറിയിച്ചു. സർക്കാർ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയോട് ചേർന്നുള്ള പറമ്പിലാണ് വൻ തീപിടുത്തമുണ്ടായത്. പറമ്പിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന 1 വർഷത്തെ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രവേശന പരീക്ഷ മെയ് 23 നടക്കും. കൂടുതൽ വിവരങ്ങൾ IIMC-government.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയറിയാൻ ഇനി 4 നാൾ. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. 2 ഘട്ടങ്ങളിലും പോളിംഗ് 90% കടന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് 1ാം ഘട്ടത്തിലെ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾ പരിശോധനയ്ക്കായി ഇന്ന് കിഫ്കോണിന് കൈമാറും. സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിക്കും. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.